ടെലിസ്കോപ്പിക് സ്ലാബ് നിരക്കിൽ ഇങ്ങനെയല്ല കണക്കാക്കുന്നത്. 2 മാസത്തെ ഉപഭോഗം 300 യൂണിറ്റ് ആണെങ്കിൽ 1 മാസത്തെ ഉപഭോഗം 300ന്റെ പകുതി 150 യൂണിറ്റ് ആണല്ലോ. അതിന് 0 മുതൽ 50 വരെയുള്ള യൂണിറ്റിന് 3 രൂപ 25 പൈസ വെച്ചും 51 മുതൽ 100 രൂപ വരെയുള്ള യൂണിറ്റിന് 4 രൂപ 5 പൈസ വെച്ചും 101 മുതൽ 150 വരെയുള്ള യൂണിറ്റിന് 5 രൂപ 10 പൈസ വെച്ചും കണക്ക് കൂട്ടിയിട്ട് ആ തുകകൾ കൂട്ടിക്കിട്ടുന്ന ആകെ തുകയാണ് 150 യൂണിറ്റിന് 1 മാസം ഫ്യൂവൽ ചാർജ് ആകുന്നത്. അതിൻ്റെ ഇരട്ടിയായിരിക്കും 2 മാസത്തെ ഫ്യൂവൽ ചാർജ് KSEB ശരിയായി കണക്കാക്കുന്നതെന്ന് ബിൽ നോക്കിയാൽ കാണാം. എക്സാമ്പിൾ കാണിക്കുമ്പോൾ ആക്ച്വൽ റേറ്റ് ബ്രാക്കറ്റിൽ ടെലിസ്കോപ്പിക് ഉപയോഗിച്ച് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. പിന്നെ എന്താ അത് ചെയ്യാത്തത്? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒരു KSEB സ്റ്റാഫുമായി ഡിസ്കസ് ചെയ്ത ശേഷം മനസ്സിലാക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഈ വീഡിയോ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ വീഡിയോന് റീച്ചാണ് ലക്ഷ്യമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയല്ല ബില്ലിംഗ്, ടെലിസ്കോപ്പിക് ചാർജിംഗ് ആണ്. വെറുതെ റീച്ച് ഉണ്ടാക്കാൻ വീഡിയോ ഉണ്ടാക്കാൻ നാണമില്ലേ? താങ്കളുടെ കാൽക്കുലേഷൻ തെറ്റാണ് സർ. Why take this extra method? Go directly to KSEB and check. By the way, I am not a KSEB employee. Hello and hi everyone. നമസ്കാരം and welcome to Reaction by Ranjulikal. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. KSEB 2 മാസം കൂടുമ്പോൾ ബില്ലടിക്കുന്ന പരിപാടി, ദ്വൈമാസ ബില്ലിംഗ് അല്ലെങ്കിൽ ബൈ മന്ത്ലി ബില്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അശാസ്ത്രീയതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോന് വന്ന കമൻറ്റുകളാണ് നിങ്ങളിപ്പോൾ ഹൈലൈറ്റ്സിൽ കണ്ടത്. ആ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം KSEBയുടെ ഈ ബൈ മന്ത്ലി ബില്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. അതുമായിട്ട് പലവിധത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളുമൊക്കെ വൈറലായി പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് KSEBയുടെ എംപ്ലോയീസ് അസോസിയേഷൻ, അതേപോലെ തന്നെ ഇൻസിഡസ് എന്ന് പറയുന്ന ഒരു സംഘടന, ഇവർ 2 സംയുക്തമായി ചേർന്ന ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തത്. അതിൽ ഈ ദ്വൈമാസ ബില്ലിങ്ങിനെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആ റിയാക്ഷൻ വീഡിയോ ചെയ്തത്, അതിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിട്ട്. പക്ഷേ അതിൽ ഞാൻ ടെലിസ്കോപ്പിക് താരിഫുകൾ ഉപയോഗിച്ചില്ല. മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന രീതി തെറ്റാണ്, എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് കുറേ പേര് അതിൽ ഉന്നയിച്ചത്. ആദ്യത്തെ ചോദ്യത്തിനുത്തരം ഞാൻ പറയാം. എന്തുകൊണ്ട് ടെലിസ്കോപ്പിക് ചാർജ് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ നോൺ ടെലിസ്കോപ്പിക് ഉപയോഗിച്ചു? കേൾക്കുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ചിലർക്കെങ്കിലും. എന്താണ് ഈ ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക്? അത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. ടെലിസ്കോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 മുതൽ 250 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ബാധകമായിട്ടുള്ള താരിഫാണ് ടെലിസ്കോപ്പിക് താരിഫ് റേറ്റ്. അവിടെ 0 മുതൽ 50 വരെ ഒരു താരിഫ്, 51 മുതൽ 100 വരെ അടുത്ത താരിഫ്, 101 മുതൽ 150 വരെ അടുത്ത താരിഫ്, 151 മുതൽ 200 വരെ അടുത്ത താരിഫ്, 201 മുതൽ 250 വരെ അടുത്ത താരിഫ്. 250 മുകളിലാണ് ഉപയോഗമെങ്കിൽ അത് നോൺ ടെലിസ്കോപ്പിയിലേക്ക് പോകും. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ ടെലിസ്കോപ്പിക് ചാർജിൽ നമ്മളിപ്പോൾ 250 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 50 യൂണിറ്റിന് 3 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ ഈ 3 രൂപ 4 രൂപ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്, എക്സാക്ട് താരിഫ് അല്ല. അപ്പോൾ ആദ്യം 0 മുതൽ 50 വരെ 3 രൂപയ്ക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് 51 മുതൽ 100 വരെ 4 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന തുക മൊത്തം കൂട്ടി നോക്കിയിട്ടാണ് ആ മാസത്തെ മന്ത്ലി ഉപയോഗം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ടെലിസ്കോപ്പിക് മെത്തേഡ്. അതേസമയം നോൺ ടെലിസ്കോപ്പിക് അങ്ങനെയല്ല. 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് ഈ നോൺ ടെലിസ്കോപ്പിക് ബാധകമായിട്ട് വരുന്നത്. നോൺ ടെലിസ്കോപ്പിൽ ഒറ്റ റേഞ്ചാണുള്ളത്. 0 മുതൽ 300 വരെയാണെങ്കിൽ ഒരു റേറ്റ്. ഇതിന്റെ ഇടയ്ക്കുള്ള 50, 50 to 100, 100 to 150 അങ്ങനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. 0 മുതൽ നിങ്ങളുടെ ഉപയോഗം 250 മുകളിൽ പോയി കഴിഞ്ഞാൽ അത് 300നും 250നും ഇടയിലാണെങ്കിൽ 0 മുതൽ 300 വരെയുള്ള റേറ്റിന് ബാധകമാണ്. ഇടയ്ക്കുള്ള മിഡ് കാൽക്കുലേഷൻസ് ഒന്നുമില്ല. 300ന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ 0 മുതൽ 400 വരെയുള്ള റേറ്റ് ഉണ്ട്, അതാണ് ബാധകമാകുന്നത്. 400 മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ 500 വരെയുള്ള റേറ്റ് ഉണ്ട്, അതാണ് ബാധകം. 500 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എബോവ് 500 എന്ന് പറഞ്ഞൊരു താരിഫ് ഉണ്ട്, അതാണ് ബാധകമാകുന്നത്. അതൊന്നും ഈ നോൺ ടെലിസ്കോപ്പിൽ ബാധകമല്ല. താരതമ്യേന ടെലിസ്കോപ്പിനേക്കാൾ നോൺ ടെലിസ്കോപ്പിന് ബില്ലിംഗ് കൂടുതലായിരിക്കും. ഇതാണ് ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി എന്തുകൊണ്ട് ഞാൻ നോൺ ടെലിസ്കോപ്പിക് ഉപയോഗിക്കാനുള്ള കാരണം, ആ വീഡിയോയിൽ ആ താരിഫിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തി എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഇൻസിഡസിന്റെ ഭാഗമാണോ എന്നറിയില്ല. ആ വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്തത് നോൺ ടെലിസ്കോപ്പിക് മെത്തേഡിലാണ്. അതുകൊണ്ടാണ് അതേ മെത്തേഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചത്. ടെലിസ്കോപ്പിക്കിലും ഇതേ വിഷയങ്ങളുണ്ട്, പക്ഷേ നോൺ ടെലിസ്കോപ്പിൽ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് നോൺ ടെലിസ്കോപ്പിൽ തന്നെ കാണിച്ചു. ഇനിയിപ്പോൾ ടെലിസ്കോപ്പിൽ ചെയ്ത് കാണിക്കാം, പക്ഷേ നോൺ ടെലിസ്കോപ്പിക് താരിഫിൽ ഈ വിഷയമുണ്ട് നിങ്ങൾ സമ്മതിച്ചു തന്നെ.
അല്ലെങ്കിൽ നിങ്ങൾ നോൺ ടെലിസ്കോപ്പിലും പ്രശ്നമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തേനെ. എന്തെങ്കിലും ആട്ടെ, നമുക്കിനി ടെലിസ്കോപ്പിലെ വിഷയം പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതിൽ ബെറ്റി അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയിട്ട കമൻറ്റ്, എൻ്റെ കാൽക്കുലേഷൻ തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷം അവർ ഒന്നുകൂടി കമൻറ്റ് പോസ്റ്റ് ചെയ്തു. KSCയുടെ വെബ്സൈറ്റിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എക്സൽ ഷീറ്റിൽ ഞാനിട്ടത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ KSCBയുടെ വെബ്സൈറ്റിലെ കാൽക്കുലേറ്ററാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾക്ക് KSCB വെബ്സൈറ്റിലേക്ക് പോവാം. KSEB.in വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോവാണ്. അവിടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന മെനു ഉണ്ട്. ഓൺലൈൻ സർവീസിലെ സബ് മെനു ആണ് ബിൽ കാൽക്കുലേറ്റർ. ബിൽ കാൽക്കുലേറ്റർ നമ്മളെത്തി. അവിടെ 2 മാസത്തെയും 1 മാസത്തെയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ഏത് യൂണിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്? ആ യൂണിറ്റ് എന്തായാലും ഞാനായിട്ട് ഇടുന്നില്ല. ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, അതിനനുസരിച്ച് നമുക്കിടാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്: എടാ കോപ്പേ, ഞാൻ ആദ്യത്തെ മാസം 100 യൂണിറ്റ് ഉപയോഗിച്ചു, രണ്ടാമത്തെ മാസം 120 ഉപയോഗിച്ചു, തൻ്റെ കണക്ക് എവിടെ പോകുന്നു നോക്കാം. ഞാനൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബ്ലാങ്ക് എക്സൽ ഷീറ്റാണ്. ഇതിൽ വേറെ ഒരു കാൽക്കുലേഷൻ ഒന്നുമില്ല, ബ്ലാങ്കാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇത് കുറച്ച് വലുതാക്കിയിടാണ്, കാരണം കാണുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു 200ലേക്ക് ഇടുകയാണ് ഞാൻ. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നാമത്തെ മാസം ഫസ്റ്റ് മന്ത്, ഒന്നാമത്തെ മാസം 100 ഉപയോഗിച്ചു. രണ്ടാമത്തെ മാസം സെക്കൻഡ് മന്ത് 120 ഉപയോഗിച്ചു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ബൈ മന്ത്ലി, അതായത് 2 മാസത്തെ ബില്ലിങ്ങിൽ എത്ര വരും, ഓരോ മാസവും എവറി മന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരും, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. KCB കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ചിട്ട് ഈ 2 മാസങ്ങൾ നമ്മൾ കൂട്ടണം. 220 കിട്ടി. അപ്പോൾ 2 മാസത്തെ ഉപയോഗം 220 യൂണിറ്റ് ആണ്. നമുക്ക് 220 യൂണിറ്റ് എത്രയാണെന്ന് നോക്കാം. 2 മാസത്തെ ഉപയോഗം 220 യൂണിറ്റ്. സബ്മിറ്റ് ചെയ്തു. കിട്ടിയിരിക്കുന്ന തുക 1003 രൂപയാണ്. നമ്മളിപ്പോഴത്തെ ബില്ലിംഗ് സംവിധാനം അനുസരിച്ചിട്ട് 1003 രൂപ നമ്മൾ ബില്ലടക്കണം. ഇനി അത് ഓരോ മാസവും കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരും നോക്കാം. 100 യൂണിറ്റിന് 1 മാസം, 100 യൂണിറ്റ് ഞാൻ 1 മാസമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മാസം വന്ന ബില്ല് 429 രൂപ. രണ്ടാമത്തെ മാസം 120 യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 555 രൂപയുടെ ബില്ലടിച്ച് തന്നിട്ടുണ്ട് നമ്മൾക്ക്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കാം. അതാണല്ലോ 2 മാസം കൂടുമ്പോൾ നമ്മൾക്ക് വരേണ്ട ബില്ല്. ഇത് 984 രൂപയാണ്. എത്രയാണ് വ്യത്യാസം? 1003 നിന്ന് 984 കുറച്ചാൽ 19 രൂപ അധികമായിട്ട് ബില്ല് ചെയ്യാണ്. 1 രൂപ പോലും KSCB കൂടുതൽ വാങ്ങുന്നില്ലെന്നാണ് ആ വീഡിയോയിലിരുന്നൊരു വിദ്വാൻ പറഞ്ഞത്. 19 രൂപ കൂടുതൽ വാങ്ങി സാറേ. ഇനി എന്നെ കോപ്പയെന്ന് വിളിച്ച ചേട്ടാ, എന്നെ കോപ്പയെന്ന് വിളിച്ചിട്ട് എന്ത് കാര്യം? ചേട്ടൻ പറഞ്ഞ അതേ യൂണിറ്റിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് 19 രൂപ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എക്സസ് ആയിട്ട് പോവാണ്. ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഒരുപാട് പേരുടെ ഇങ്ങനെ 19 രൂപ വെച്ച് എക്സ്ട്രാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം ഹൈലൈറ്റ്സിൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു പുള്ളിക്കാരൻ പറഞ്ഞ കാൽക്കുലേഷൻ, അതായത് 2 മാസത്തെ ഉപഭോഗം കൂട്ടി നോക്കിയിട്ട് അത് പകുതിയാക്കിയിട്ടാണ് നമ്മൾ ടെലിസ്കോപ്പിക് താരിഫിൽ നോക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നോക്കിയേക്കാം. 220 യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് നമ്മൾക്ക് പകുതിയാക്കാം. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി, 110 കിട്ടി. 110 യൂണിറ്റിന് 1 മാസത്തെ ചാർജ് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 110 കിട്ടി. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ ടെലിസ്കോപ്പിക്കിലെ സ്ലാബ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾ നോക്കണം. ഈ വ്യൂ ഡീറ്റെയിൽസ് പോയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ആദ്യത്തെ 50 യൂണിറ്റിന് 3 രൂപ 25 പൈസ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. KSCB ഇഷ്യൂ ചെയ്തിട്ടുള്ള നോട്ടീസാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ആദ്യത്തെ 50 യൂണിറ്റിന് 3 രൂപ 25 പൈസ. ശരിയാണേ? അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വ്യൂ ഡീറ്റെയിൽസ്. ആദ്യത്തെ 50 യൂണിറ്റ്. രണ്ടാമത്തെ 50 യൂണിറ്റിന് 4 രൂപ 5 പൈസ. രണ്ടാമത്തെ 50 യൂണിറ്റിന് 4 രൂപ 5 പൈസ. മൂന്നാമത്തെ 50 യൂണിറ്റിന് 5 രൂപ 10 പൈസ. മൂന്നാമത്തെ 50 യൂണിറ്റിന് 5 രൂപ 10 പൈസ. ഇതും കറക്റ്റാണല്ലോ. മൊത്തം വന്നിരിക്കുന്ന തുക 502 രൂപയാണ്. 502 രൂപ ഞാനിവിടെ കോപ്പി ചെയ്തിടാം. 110 രൂപയ്ക്ക് 502 രൂപ. ഇതിനെ 2 മാസത്തേക്കാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം, അല്ലേ? 2 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 2 മാസത്തെ ബില്ല് കിട്ടുക. അപ്പോൾ 502 ഗുണിക്കണം 2, 1004 രൂപ സാർ. ഞാൻ 1004 ഇവിടെ ഇടാം.
984 984 സാധാരണ രീതിയിൽ ഓരോ മാസവും ബില്ലടച്ചാൽ വരേണ്ടത്. താങ്കൾ പറഞ്ഞനുസരിച്ചിട്ട് 1 രൂപ കൂടി കൂടുതലാണ് 20 രൂപ എക്സസ് വന്നിരിക്കുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതല്ല, KSEBിയുടെ കാൽക്കുലേറ്ററാണ്, ടെലിസ്കോപ്പിക് താരിഫാണ്. താരിഫ് റേറ്റ് എല്ലാം KSEB ഇഷ്യൂ ചെയ്ത ഓർഡർ അനുസരിച്ചുള്ള താരിഫ് റേറ്റ് അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 20 രൂപ കൂടുതൽ അടക്കണം. എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ്, എനിക്ക് നാണമില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ് പോകുന്നത് നിങ്ങളുടെയും എൻ്റെയും കയ്യിൽ നിന്നാണ്. KSEBിയുടെ ദ്വൈമാസ ബില്ലിങ്ങിനെ എതിർത്തത് കൊണ്ട്, വിമർശിച്ചത് കൊണ്ട് എൻ്റെ ബില്ല് കൂട്ടിയിടാനോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബില്ല് കുറച്ചിടാനോ പോകുന്നില്ല. റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച താരിഫ് എല്ലാവർക്കും ബാധകമാണ്. ചിലപ്പോൾ അത് മാറിപ്പോവായിരിക്കും. എൻ്റെ ഉപയോഗം അനുസരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ നോൺ ടെലിസ്കോപ്പിക് പോകാം, ടെലിസ്കോപ്പിക്ക് പോകാം, ടെലിസ്കോപ്പിൽ തന്നെ വിവിധ താരിഫിൽ തന്നെ വരാം. ഉപയോഗം അനുസരിച്ച് ബില്ല് മാറാം. പക്ഷെ താരിഫ് വിമർശിച്ചാലും അഭിനന്ദിച്ചാലും എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾ റീച്ച് കിട്ടുന്ന കാര്യം പറഞ്ഞു, 2-3 പേര് പറഞ്ഞു റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് അങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്ന കാര്യം ആർക്കും അറിയില്ല, എങ്ങും ഡിസ്കഷനില്ല, ഒട്ടും ട്രെൻഡിങ് അല്ലാത്തൊരു ടോപ്പിക്കാണത്. ഒരു ട്രെൻഡിങ്ങും അല്ലാത്ത ടോപ്പിക്കാണ്. പക്ഷേ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയുടെ കണ്ടന്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പൈസ എവിടെ നിന്ന് വരുന്നു, എത്ര രൂപയുടെ ബിസിനസ്സാണ് അതിൽ നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അതുമൂലം എത്ര ആളുകൾ പറ്റിക്കപ്പെടുന്നു, അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട വീഡിയോ ആണ്. അതിന് വലിയ റീച്ചൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം അതെങ്ങും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കല്ല. ആ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ആരും അറിഞ്ഞിട്ടില്ല, എങ്ങും ഡിസ്കഷനില്ല, ഒരു മാധ്യമങ്ങളിലുമില്ല. പക്ഷെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയല്ല. 500 പേരെങ്കിൽ 500 പേര്, 100 പേരെങ്കിൽ 100 പേര്, 10 പേരെങ്കിൽ 10 പേര് ആ വിവരം അറിഞ്ഞ് ഇതുപോലുള്ള ചതിക്കുഴികളിൽ പോയി വീഴരുതെന്ന് പറയാനാണ്. അപ്പോൾ റീച്ച് ഉണ്ടാക്കാൻ നാണമില്ല എന്നൊക്കെ ചോദിക്കുന്നത്, ചുമ്മാ എന്നെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഇനി മറ്റൊരു വിഷയമുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. ദർ ഇസ് എ റിവേഴ്സ് ഇഫക്റ്റ്. ഒരു റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ട്. KSEBിക്ക് നഷ്ടം വരുന്നൊരു സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് മറ്റൊരാൾ കമൻ്റായിട്ടിട്ട കാര്യമാണ്. Just check with August 60 unit, September 200 units. Total is 1440, so customer is benefiting. So monthly billing, customer is in advantage always because units are divided by 2. So chance of lower slab always. Always അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കേസിൽ ശരിയായിരിക്കും. പക്ഷേ ഓൾവേസ് എന്ന പ്രയോഗം തെറ്റാണ്. ഞാനിപ്പോൾ കാണിച്ചു തന്നു. ഒരിക്കലും എപ്പോഴും കസ്റ്റമർ അഡ്വാൻറ്റേജിലല്ല ദ്വൈമാസ ബില്ലിങ്ങിൽ. നമുക്ക് ഇദ്ദേഹം പറഞ്ഞ സെനാരിയോ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ 60 യൂണിറ്റ്, സെപ്റ്റംബർ മാസത്തിൽ 200 യൂണിറ്റ്, മൊത്തം 60 + 200 260 യൂണിറ്റ്. ഈ ബില്ലിംഗ് എങ്ങനെ വരും നോക്കാം. ബൈ മന്ത്ലി ഓരോ മാസം എന്നുള്ള ഞാൻ ഒന്ന് കോപ്പി ചെയ്യാണ്, കാരണം അത് ടൈപ്പ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബൈ മന്ത്ലി 260 യൂണിറ്റിന് എത്ര വരും നോക്കാം. 2 months 260 യൂണിറ്റ് സബ്മിറ്റ് ചെയ്തു. നമുക്ക് വരുന്നത് 1373 രൂപയാണ്. ഇനി ഓരോ മാസവും കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓരോ മാസമാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ 60, 263 രൂപ ആ മാസം അടച്ചാൽ മതി. പക്ഷേ സെപ്റ്റംബറിൽ വരുമ്പോൾ കളി മാറും. 200 യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ബില്ല് വരുന്നത് 1229 രൂപയാണ്. ഇനി നമ്മൾക്ക് ഇത് കൂട്ടി നോക്കിയാൽ എത്ര വരും നോക്കാം. 263 + 1229 1492 രൂപയാണ് ബില്ല് വരുന്നത്. 1373-ന് 1373-ൽ നിന്ന് 1492 കുറച്ച് കഴിഞ്ഞാൽ 119 രൂപ KSEBിക്ക് നഷ്ടമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, ഒരു റിവേഴ്സ് എഫക്റ്റിൽ KSEBിക്ക് ബില്ലിൽ നഷ്ടം വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ നഷ്ടം വന്നു കഴിഞ്ഞാൽ KSEB എന്ത് ചെയ്യും? കസ്റ്റമർ തരുന്നല്ല, അത് കുഴപ്പമില്ല, പോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ KSEB വേറെ ഏതെങ്കിലും വഴിയിലൂടെ പണം കണ്ടെത്തി ഇത് മേക്കപ്പ് ചെയ്യൂ? ഇല്ല. KSEB അത് റവന്യൂ ഗ്യാപ്പായിട്ട് കാണിക്കും. എന്നിട്ട് താരിഫ് റിവിഷന് കൊടുക്കും. അതല്ലേ സംഭവിക്കുന്നത്.
അല്ല എങ്കിൽ സർക്കാർ നഷ്ടം നികത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതിൽ 6ാമത്തെ റോയിൽ പോയാൽ കാണാം, ലോസ് ടേക്കൻ ഓവർ ബൈ ഗവൺമെൻറ് ഓഫ് കേരള 767.71 കോടി രൂപ. 767 കോടി രൂപ ആരുടെ പൈസയാണ്? സർക്കാരിൻ്റെ പൈസ. ആരുടെ? ജനങ്ങളുടെ പൈസ. അതും ജനങ്ങൾ തന്നെ എടുത്തിട്ടാണ് ഈ കടമൊക്കെ ഒന്ന് ഒതുക്കാൻ നോക്കുന്നത്. അതല്ല എങ്കിൽ റവന്യൂ ഗ്യാപ്പ് കാണിച്ചിട്ട് താരിഫ് ഹൈക്കായിട്ട് വരും. ഇനി ഈ കണക്കൂട്ടലിൽ വേറൊരു കോമഡി കാണിച്ചു തരാം കേട്ടോ. 260 യൂണിറ്റ് ആണ് ഇദ്ദേഹം പറഞ്ഞ സാധ്യത എന്ന് പറയുന്നത്. വളരെ റയറായ ഒരു സാധ്യതയാണ്. ഇപ്പോൾ ഒരു മാസം 60 യൂണിറ്റ് ആണ്. പിന്നത്തെ മാസം നമ്മുടെ വീട്ടിൽ കാര്യമായ വൈദ്യുതി ഉപഭോഗം വന്നു. ഉദാഹരണമായിട്ട് ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു. അപ്പോൾ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ പുതിയതായിട്ട് AC വാങ്ങി, എല്ലാ മുറിയിലും AC വെച്ചു. ആ AC ഫുൾ ടൈം ഉപയോഗിച്ചു. അങ്ങനെ 260 യൂണിറ്റ് എത്തിയതാണെന്ന് വിചാരിക്കാം. അതേസമയം സാധാരണഗതിയിൽ ഈ വ്യത്യാസമൊന്നുമില്ലാതെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം 110 യൂണിറ്റ്, സെപ്റ്റംബർ മാസം 150 യൂണിറ്റ്. കൂട്ടി നോക്കാം. 150 അധികം 110 260 യൂണിറ്റ്. 260 യൂണിറ്റിന് 1373 രൂപയാണെന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച തുകയാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്നും കൂടി വെരിഫൈ ചെയ്തേക്കാം. 2 മാസത്തേക്ക് 260 യൂണിറ്റ് 1373 രൂപ. ഓക്കെ, ഇനി ഓരോ മാസം എടുക്കുകയാണെങ്കിൽ എത്ര വരും നോക്കാം. 110 യൂണിറ്റിന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു മാസത്തെ ബില്ല് എത്ര വരും? 110 യൂണിറ്റ് സബ്മിറ്റ് ചെയ്ത് നോക്കാം. 502 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 150 യൂണിറ്റിന് എത്ര വന്നു നോക്കാം. 803 രൂപയാണ് സെപ്റ്റംബർ മാസത്തിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയിൽ എത്ര തുക കിട്ടും? 502 അധികം 803 1305 രൂപയാണ്. ഓരോ മാസവും ബില്ലടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പൈസ എത്ര രൂപയാണ് വ്യത്യാസം നോക്കാം. 68 രൂപ എക്സസ് ബില്ലിംഗ്. എൻ്റെ എക്സൽ ഷീറ്റ് അല്ല, KSEBിയുടെ കാൽക്കുലേറ്ററാണ്. നോൺ ടെലിസ്കോപ്പിക് അല്ല, ടെലിസ്കോപ്പിക് താരിഫാണ്. 68 രൂപ കൂടുതൽ അടക്കണം. ഇനി പറയാനായിട്ട് ഒരു ആർഗ്യുമെൻ്റ് കൂടെ ബാക്കിയുള്ളൂ. KSEBിയുടെ കാൽക്കുലേറ്റർ തെറ്റാണ്. അതുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമസ്കാരം. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത് ശാസ്ത്രീയമായ കാൽക്കുലേഷൻ അല്ല, അശാസ്ത്രീയമായ കാൽക്കുലേഷനാണ്. ടെലിസ്കോപ്പിക് ആയാലും നോൺ ടെലിസ്കോപ്പിക് ആയാലും അശാസ്ത്രീയത ഇതിലുണ്ട്. അത് പരിഹരിക്കപ്പെടണം. എക്സസ് ബില്ലിംഗ് വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ പോകാനും അണ്ടർ ബില്ലിംഗ് വഴി KSEBിയുടെ കയ്യിൽ നിന്ന് പൈസ പോകാനും ഇടയാക്കരുത്. ശാസ്ത്രീയമായ രീതിയിൽ ബില്ല് ചെയ്താൽ പോരെ ഓരോ മാസവും. ഇനി വേറൊരു കമൻ്റ് ഉണ്ട് കേട്ടോ. ഇദ്ദേഹം ഹൈലൈറ്റ്സിലിട്ട് ഏതൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നതാണ്. അവർ ശരിയാണെന്നാണ് പറയുന്നത്. യെസ്, യു ആർ റൈറ്റ്. ഒരു സെനാരിയോ മാത്രം വെച്ചാണ് ഈ വീഡിയോ ചെയ്ത മുതലാളി സംസാരിക്കുന്നത്. ഞാനിപ്പോൾ 2 സെനാരിയോയും കവർ ചെയ്തിട്ടുണ്ട്. കമൻ്റ് ഇട്ട ചേട്ടാ ചേച്ചി ആരാണെന്നറിയില്ല, പേര് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഇനി പ്രശ്നമില്ലല്ലോ. പിന്നെ ശരിക്കും മുതലാളി ഞാനല്ല, KSEBയാണ്. അവിടെ ചെന്ന് മുതലാളി എന്ന് വിളിക്കും. ഒരു കമൻ്റ് കൂടിയുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ ഗാർഹിക കണക്ഷന് ടെലിസ്കോപ്പിക് ബില്ലിംഗ് ആണ്. ഇതെന്തിനാണ്? വൈദ്യുതി കുറവ് ഉപയോഗിക്കുന്നവന് കുറഞ്ഞ നിരക്ക്, കൂടുതൽ ഉപയോഗിക്കുന്നവന് കൂടുതൽ. അതെന്തിനാണ്? വൈദ്യുതി അമൂല്യമാണ്. അത് അധികവും കൽക്കരി കത്തിച്ചും പെട്രോളിയം ഗ്യാസ് കത്തിച്ചുമാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ സോളാർ വെച്ചും കാറ്റാടി വെച്ചുമല്ല. അത് മനസ്സിലാത്തവന്മാരാണ് KSEB പൊറോട്ട കഥ കേട്ട് കൈയടിക്കുന്നത്. എന്തിനാണ് ഈ സാമ്പാർ ഇവിടെ ഇട്ട് തിളപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സോളാർ എനർജിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് എനർജി സോഴ്സുകളെ കുറിച്ചോ സംസാരിച്ചിട്ടില്ല. ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക് തമ്മിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാത്തിടത്തോളം കാലം എന്തിനാണ് അദ്ദേഹം ഈ കഥ ഇവിടെ പറഞ്ഞതെന്നറിയില്ല. ഞാൻ പറഞ്ഞത് ദ്വൈമാസ ബില്ലിങ്ങിലെ അശാസ്ത്രീയതയെക്കുറിച്ചാണ് ചേട്ടാ. ഇതിനെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സാമ്പാർ അവിടെ കൊണ്ടുപോയിട്ട് തിളപ്പിക്കുക, എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൊറോട്ട വാങ്ങി കഴിച്ചിട്ട് ചേട്ടനെ പൊറോട്ട കഥയോ ചപ്പാത്തി കഥയോ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ പറയുക. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കി പറഞ്ഞിട്ടുള്ള കഥയിൽ, പൊറോട്ട കഥയല്ലാതെ ബാക്കി പറഞ്ഞിട്ടുള്ള കഥയിൽ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.